ഇപ്പൊ മടി പിടിച്ച് നിൽക്കുക. കുറച്ചുള്ളു പുല്ല്. ഇതിനേക്കാളൊക്കെ കുറെ താങ്ങി വരാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ തീറ്റ താങ്ങി വരാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ ഇന്ന് സൺഡേ, ഞായറാഴ്ച ദിവസം ആനപ്പറമ്പ് 12 മണിയായി. അപ്പൊ ഞാൻ കുറച്ച് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകാനുള്ള കാരണം എന്നൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പിള്ളേഴ്സ് ഞായറാഴ്ച ആനൊക്കെ എടുത്തൊക്കെ കുളിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആനപ്പറമ്പ്. ഫുൾ തേക്കാണ്. ഭൂതത്തിനെ വെച്ചിട്ടുണ്ട്. ആനപ്പറമ്പ് ആന പകല് നിർത്തണ കറിയാണിത്. അതിന്റെ അപ്പുറത്തൊക്കെ ആനകളൊക്കെ നിൽക്കാറുണ്ട്. നമ്മുടെ കെയർ ഓഫിലുള്ള ഫ്രണ്ട്സുകളുടെ ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൊണ്ട് നിർത്താറുണ്ട്. അപ്പോൾ അത് കെടുത്തി കുളിപ്പിക്കുന്നുണ്ട് പാറുവിനെ. ആന നിലത്തുറയ്ക്കാണ്ടിരിക്കാനൊക്കെ ഇട്ടിട്ട് അർപ്പായും പഴയ പുൽപ്പായൊക്കെ ഇട്ടിട്ട് കെടുത്തി കുളിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞായറാഴ്ച ദിവസമായ ഉച്ച വരെ തന്നെയാണ് പണി. എല്ലാ ഞായറാഴ്ച നന്നായി കെടുത്തി കഴുകും. അങ്ങനെ നമ്മുടെ കടലുണ്ടി നോക്കിയാൽ അവൻ്റെ വീട് കടപ്പുറത്തായാലുണ്ടോ കടലുണ്ടി നോക്കിയാണ് ഞങ്ങൾക്ക്. അവിടുത്തെ ഓളിന്നോളാണ് അവൻ. കണ്ട നേരത്തെ കഴിക്കുന്ന സ്ഥലത്തല്ല ഇപ്പൊ കഴുകണ്. മാറിയാണ് കഴുകണ്. അപ്പൊ ഞായറാഴ്ച ആയിട്ട് നമ്മള് എല്ലാ ദിവസവും ഞായറാഴ്ച അല്ലോട്ടോ, എല്ലാ ദിവസവും പാറുവിനെ ഒരു 4 മണിയാകുമ്പോ പതുക്കെ ഈവനിങ് വാക്കിന് പോകും ഞങ്ങള്. എന്നിട്ട് ഒരു പറമ്പില് പുല്ലൊക്കെ തീറ്റി ചഴിച്ചു വിടും. അങ്ങനെയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. ഇപ്പൊ ഞായറാഴ്ച ആകുമ്പോ ഞങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാവും. അപ്പൊ അത് കാരണം അതേ നടക്കാൻ പോണ്. 1ാമ വന്നില്ലേ, അവൻ മടി പിടിച്ചവിട്ടിരുന്നു. അപ്പൊ 2ാമനും 3ാമനും കൂടിയാണ് പോണത്. അപ്പൊ അവനെ വിളിക്കാനായിട്ട് ഒരുത്തനെ വിട്ടിട്ടുണ്ട്. അപ്പൊ നടന്നോണ്ടിരിക്കുക. ഈ പാടത്താണ് ഇത്, കോന്തിപുലെന്ന് പാടന്ന് പറയും. അപ്പൊ ഈ പാടത്ത് ഇപ്പൊ വെള്ളം കയറിയാലല്ലേ ഇവിടെ നെല്ലൊക്കെ കൃഷിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് പുല്ലാവും. അപ്പൊ ഇവിടെ കഴിച്ചു വിടാറുണ്ട്. അപ്പൊ അവിടെ ഫുള്ളായിട്ട് വെള്ളം കയറി. അപ്പൊ അത് കാരണം വേറൊരു പറമ്പിലേക്കാണ് നമ്മൾ പോണത്. പറമ്പിൽ നിറച്ച് പുല്ലാണ്. അപ്പൊ ഇവിടെയാണ് ഈവനിങ് വാക്കിന് പോയിട്ട് പിന്നെ ഇവിടെ ഒരു 5:30-6 മണി വരെ പുല്ല് തിരിക്കും, നാടൻ പുല്ല് തിരിക്കും. ഇത് എല്ലാ ദിവസം ഒരു റൊട്ടീനായിട്ട് ഇങ്ങനെ എല്ലാ ദിവസം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ തീറ്റ പുല്ല് മേടിച്ച് കൊടുക്കുന്ന ആനക്കാരൊക്കെ ഉടമസ്ഥന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ തീറ്റ പുല്ലൊക്കെ നാടൻ പുല്ലാണ് കൂടുതൽ കൊടുക്കാറ്. നമ്മള് CO3 പുല്ലൊക്കെ വല്ലപ്പോഴും അത്യാവശ്യം തീരില്ലാണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഇറക്കാറ്. കൂടുതലായിട്ട് നമ്മൾ നാടൻ പുല്ലാണ് തിരികെറിയണം. എനിക്ക് ഈ പുല്ലാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ രണ്ടൊക്കെ വളരെ ചെറുതായിട്ട് വരുന്നത് ഇങ്ങനത്തെ പുല്ല് തിന്നുമ്പോഴാണ്. CO3 പുല്ല് മേടിക്കാനായിട്ടുള്ള സെറ്റപ്പിലൊന്നും നമ്മളങ്ങനെ കൊടുക്കാറില്ല. ഇതാകുമ്പോ ആന ഇഷ്ടത്തിന് ഇങ്ങനെ ഒന്നും അഴിച്ചു വിടാനെ. മഴക്കാലം തണലണിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ വരും. അല്ലെങ്കിൽ ഒരു 4 മണിയാകുമ്പോൾ വരും. അല്ലെങ്കിൽ തണലൊക്കെ അണിച്ച ഒരു വല്ലാണ്ട് മഴക്കാറ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കാകുമ്പോൾ വന്ന് ഇവിടെ അങ്ങനെ അഴിച്ചു വിടും. അപ്പൊ ആന ഇഷ്ടത്തിനൊക്കെ തിന്നും. അപ്പൊ ഈ ഗ്യാപ്പിൽ ആനക്കാർക്ക് അവിടെയുള്ള വൈകുന്നേരത്തേക്കുള്ള അന്തിക്കെട്ട് പുല്ല് ഒക്കെ അരിഞ്ഞ് സെറ്റാക്കാൻ പറ്റും. ആനക്കാർ ഇവിടെ വന്നിരിക്കും. 1ാമനും 3 പേരും ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് ചെയ്തു പോകണം. നമ്മുടെ എത്തണേക്കാളും മുന്നേ ഇങ്ങനെ തന്നെയായിരുന്നു. നന്ദിക്കര ഭാഗത്തൊക്കെ ഇങ്ങനെ നന്നായി നടന്ന് പുല്ല് വന്നിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചാൾ നോക്കിണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ അടുത്ത് ഭക്ഷണ രീതികൾ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും ആ റൊട്ടീൻസ് തന്നെയാണ് ഇവിടെയും നോക്കുന്നത് നമ്മള്. ആനയ്ക്ക് ശരിക്കും ഇങ്ങനെ തന്നെ നടന്ന ആനയുടെ ഇഷ്ടത്തിന് തിന്നണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ നല്ല പറമ്പുകളിലൊക്കെ അങ്ങനെ അഴിച്ചു വിട്ട് എന്റെ ഫ്രീ ആയിട്ട് നോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആള് കളിച്ച് ഇപ്പൊ മഴയൊക്കെ ഉണ്ടെങ്കിൽ ചെളിക്ക് വലിയെറിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കും. നമ്മുടെ ആനക്കാര് പിള്ളേര് ഇതേപോലെ ആനനോട് അഴിച്ചു വിട്ട് ബാക്കി 3 കണ്ട അങ്ങനത്തെ പുല്ല് അരിഞ്ഞെടുക്കും. ഇതാകുമ്പോ വളർത്തു പുല്ലിനേക്കാളും കുറച്ചും കൂടിയും നല്ല പുല്ലല്ലേ. വേറെ മരുന്നുകളോ യൂറിയ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഇതപ്പോ ഉള്ള സമയത്ത് നമ്മൾ ഇതാണ് കൊടുക്കുക ഫുള്ളായിട്ട്. ഇപ്പൊ ഇവര് നല്ല സപ്പോർട്ടാണ് ആനക്കാരും. ഇത് മൊത്തം അരിഞ്ഞ് നമ്മുടെ വണ്ടിയിൽ കയറ്റി നമ്മൾ കറിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇന്ന് വൈകുന്നേരത്തേക്ക് അവിടെ ഓൾറെഡി പുല്ല് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് പുല്ലും കൂടി ഇവിടെ നേരം പോയി പരിഞ്ഞാണ്. ഞങ്ങൾ ഇന്നലെ വണ്ടിക്ക് കൊണ്ടുണ്ടായിരുന്നു അവിടെ പുല്ല്. ഇതിനേക്കാളും കൂടുതൽ പുല്ല് പട്ടൊക്കെ താങ്ങി വരുന്ന ആനയാണ്. ഇപ്പൊ മടി പിടിച്ച് നിൽക്കുക.
കുറച്ചുള്ളൂ പുല്ല്. ഇതിനേക്കാളൊക്കെ കുറെ താങ്ങി വരാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ തീറ്റ താങ്ങി വരാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അതിനെന്തെങ്കിലും ഇങ്ങനെ കടിക്കാനായിട്ട് ഒരു മരക്കഷ്ണം വെച്ച് കൊടുക്കണം കടിക്കാനായിട്ടേ. അത് കാരണമാണ് അങ്ങനെ ഒരു പീസ് തേക്കിന്റെ പീസ് ഒരു വടി ഇവിടെ നിന്ന് വെട്ടിയിട്ട് ഞങ്ങള് നമ്മ വെച്ച് കെട്ടിയതാ. ഇതൊന്നും അല്ലാട്ടാ, വളരെ കുറെ നന്നായി പുല്ല് താങ്ങും. അതുപോലെ അത്യാവശ്യം പട്ടയൊക്കെ താങ്ങി കൊണ്ടുവരാറുണ്ട് തന്നെ നന്നായി. ഞാൻ മുന്നേ അവിടെ കൂത്താട്ട് കൊടുത്തത് നന്നായി പണിത് താങ്ങിയല്ലേ, മരപ്പണി ചെയ്ത് തന്നെ കാരണം അങ്ങനെ ആൾക്ക് മടിയൊന്നുമില്ല. നമ്പികാരൻ്റെ അവിടെ നാട്ടുകാരുടെ ഡെയിലി കാഴ്ചയാണത്. രാവിലെ കാലത്ത് ഇങ്ങനെ നടന്നു പോവും, അത്യാവശ്യം പുല്ലൊക്കെ തിന്ന് നടന്ന് തിരിച്ചു വരും. വീണ്ടും ഒരു 4 മണിയാകുമ്പോൾ പിന്നെ ഈവനിങ് വാക്കിന് പോവും. ഒരു 6 മണിക്കാകുമ്പോൾ പുല്ലൊക്കെ തിന്ന് ഇതേപോലെ താങ്ങി നടന്നു വരും. അല്ലെങ്കിൽ തയ്യപ്പൻ്റെ പട്ടയങ്ങാനും വെട്ടിയാനൊക്കെ നടന്നു വരും. പിന്നെ അവിടെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എല്ലാവരും തിന്നാൻ കൊടുക്കും. കുറെ പേര് വന്ന് കാണൊക്കെ ചെയ്യും. അത് കാരണം വേറെ നമുക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പോഴത്തെ ആനക്കാർ വന്നിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ. അതിന് മുന്നേ വേറെ പിള്ളേരായിരുന്നു. അവര് ഇതേപോലെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ കൊണ്ടുവന്നപ്പനെ അതേ ഡെയിലി റൊട്ടീൻ ഇങ്ങനെ തന്നെയാണ്, ഇതിന് മാറ്റം വരുത്തിയിട്ടില്ലേ. അപ്പൊ ചെന്ന് കഴിഞ്ഞിട്ടൊന്ന് നനച്ച് വെള്ളം കൊടുത്ത് ആനയ്ക്ക് ചോറ് കൊടുക്കും. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ആനനെ കൊണ്ട് നോക്കണം, ആനനെ വളർത്തണം എന്നൊക്കെ. അപ്പോ അത് കാരണം ഇതിന്റെ കൂടെ ഒരു തിങ്കളാഴ്ച തുടങ്ങി ശനിയാഴ്ച ജോലിക്ക് പോയി ഞായറാഴ്ച ദിവസം ഇതിന്റെ കൂടെ ഫുള്ളായിട്ട് കഴിയും. അതിന്റെ അത്രയ്ക്ക് വേറെ സന്തോഷം വേറെ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ഞായറാഴ്ച എങ്ങോട്ടും പോകാറില്ല, ഇതിന്റെ കൂടെ ഇങ്ങനെ നടക്കും. കഴുകി കഴിഞ്ഞിട്ട് ഈ നേരമാകുമ്പോൾ ചോറ് കൊടുക്കും. ഇപ്പൊ ചോറിൽ കുറച്ച് കാൽസ്യം, പിന്നെ കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ ഇട്ടിട്ട് ഡെയിലി ചോറ് കൊടുക്കും. അപ്പൊ അത് മുടങ്ങാറില്ല. രാവിലെ അവിലും വൈകിട്ട് ചോറും എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. അപ്പൊ ഈ പുല്ലിനും പട്ടയ്ക്കും വാഴപ്പിണ്ടിയൊക്കെ പുറമെ അത് കൊടുക്കാറുണ്ട്. അപ്പൊ ചോറ് തന്നെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. ഭയങ്കര താല്പര്യമുള്ളതാണ്. ചോറ് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പൊ എവിടെ പോയാലും വേഗം നടന്നിങ്ങോട്ട് എത്തുകയാണ് ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. നമ്മൾ പരമാവധി ഒരു 7 മണിയാകുമ്പോഴേക്കും ചോറ് കൊടുക്കലൊക്കെ കഴിയാറുണ്ട്. ചോറ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തറയിൽ കയറ്റി വാഴപ്പിണ്ടിക്ക് ഇട്ട് കൊടുക്കും. രാത്രിയാണ് പുല്ല് കൊടുക്കുക. അപ്പൊ അതൊക്കെ വേറെ ദിവസം തറിയും കാര്യങ്ങളൊക്കെ വീഡിയോസ് വേറെ ദിവസം കാണാം. ഇപ്പൊ ഇന്ന് ഞായറാഴ്ച വിശേഷങ്ങൾ ഇതോടുകൂടി കഴിയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.